സ്വർണ്ണ നിറമുള്ള നിലമ്പൂർ തേക്ക് കൊണ്ട് ഇഷ്ട നേതാവിന് സമ്മാനിക്കുവാൻ കൊളാഷ് നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് ഒരു കലാകാരൻ. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായ M. സ്വരാജിന് സമ്മാനിക്കുവാനായാണ് ദിവസങ്ങളോളം എടുത്ത് കലാകാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. പൂർണ്ണമായും നിലമ്പൂരിൽ നിന്നും എത്തിച്ച തേക്ക് തടി ഉപയോഗിച്ചാണ് M. സ്വരാജിന്റെ ചിത്രം ക്യാൻവാസിലേക്ക് പകർത്തിയത്. ഇത് പ്രിൻസ് ഭുവനചന്ദ്രൻ. വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് കലാസൃഷ്ടികൾ കൊണ്ട് ഇദ്ദേഹം ഇതിനകം പ്രശസ്തനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും M. സ്വരാജിനെ പോലെയുള്ള യുവനേതാക്കളോടുമുള്ള ഒടുങ്ങാത്ത ആഭിമുഖ്യമാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ. ഇത്തവണ പൊടിപാറുന്ന മത്സരം നടക്കുന്ന നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കായി ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് ആദ്യമേ കരുതിയിരുന്നു. ഇങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി സൺഡേ സപ്ലിമെന്റിൽ നിലമ്പൂർ തേക്കിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നത്. ഇതാണ് പ്രചോദനമായത്. എങ്കിൽ പിന്നെ ടൈറ്റാനിക്കിനും റോൾസ് റോയ്സ് കാറിനുമൊക്കെ ഉപയോഗിച്ചുള്ള നിലമ്പൂർ തേക്ക് കൊണ്ട് തന്നെ കലാസൃഷ്ടി നടത്താമെന്ന് തീരുമാനത്തിലെത്തി. അങ്ങനെ നിലമ്പൂരുള്ള സുഹൃത്തുക്കളുമായി ആവശ്യകത പറഞ്ഞു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എരുമമുണ്ട 132ാമത് ബൂത്തിലെ LDF പ്രവർത്തകർ തേക്കെത്തിച്ചു തരാമെന്ന് ഏറ്റു. അങ്ങനെ ബസ്സിൽ കയറ്റി അയച്ച തേക്ക് ഉപയോഗിച്ച് 6 ദിവസത്തോളം പണിപ്പെട്ടാണ് രൂപം യാഥാർത്ഥ്യമായത്. $25 കിലോ തേക്ക് തടിയാണ് നിലമ്പൂരിൽ നിന്നും അയച്ചു കൊടുത്തത്. ഇതിൽ നിന്നും 560-ലധികം കഷ്ണങ്ങൾ വിവിധ ആകൃതികളിൽ മുറിച്ചെടുത്ത് കൊളാഷ് തീർക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ കലാസൃഷ്ടിയുമായി നിലമ്പൂരിലേക്ക് പോകുവാനാണ് ഈ കലാകാരൻ തയ്യാറെടുക്കുന്നത്. 560ഓളം പീസുകൾ മുറിച്ച് അതിന്റെ കളർ കോഡ് തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ആ സൃഷ്ടി ചെയ്തെടുക്കാൻ വേണ്ടി വളരെ പ്രയാസമായിരുന്നു. ഒരാഴ്ചയോളം സമയമെടുത്ത് രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചത്. ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അതോടൊപ്പം അവിടെ നിലമ്പൂര് എത്തിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അവിടുത്തെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കണമെന്നും കൂടാണ് ആഗ്രഹം. സ്ഥാനാർത്ഥിക്ക് തന്നെ നേരിട്ട് കലാസൃഷ്ടി കൈമാറുവാനാണ് താല്പര്യമെന്നും ഈ കലാകാരൻ പറയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.